ഹലോ, വെൽക്കം ബാക്ക് ടു ലിപ്പി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ റീസെൻ്റ് ആയിട്ട് കുറച്ച് പർച്ചേസുമായിട്ടാണ്. കുറച്ച് വൈറലായ പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ ഞാൻ റീസെൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയി ചില സെയിലൊക്കെ നടത്തിയിരുന്നു, ഐക്കയുടെ സെയില്. പിന്നെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു മിന്ത്ര സെയിൽ ഉണ്ടായിരുന്നു ഡിസംബറിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു വലിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിലത് ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻസൈറ്റിൻ്റെ റേഡിയൻസ് ഫിൽറ്റർ. ഇത് ഒരു ടിൻറ്റ് മോയ്സ്ചറൈസർ എന്നാണോ അല്ലെങ്കിൽ ഹൈലൈറ്ററിന് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഷാർലറ്റ് ടിൽബറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ ഇതിൻ്റെ സെയിം ഈ റേഡിയൻസ് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ബ്രാൻഡ് നമുക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബ്രാൻഡാണെങ്കിൽ നമുക്ക് വലിയ പ്രൈസ് വരുന്നില്ല, അണ്ടർ 300 വരുന്നുള്ളൂ. ഇതിൽ സ്ക്വാലീൻ ഉണ്ട്, ഷിയ ബട്ടർ ആൻഡ് വൈറ്റമിൻ ഇ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇത് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് നമ്മളെ ഈ സ്കിന്നിൽ വരുന്ന ചില ഇൻപെർഫെക്ഷൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഇത് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യും, ഇവിടെ ക്യൂപിഡ് ബോ, ഈ ലിപ്സിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ ഈ ഫേസിൽ നോസിന്റെ അവിടെയൊക്കെ നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ മേക്കപ്പ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, മേക്കപ്പ് അധികം നമ്മൾ യൂസ് ചെയ്യാത്തപ്പോൾ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാനാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ചില ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഈ നോസിന്റെ ഭാഗം, ഈ ഒരു ഭാഗം, ലിപ്സിന്റെ ഈ ഒരു സൈഡിൽ, പിന്നെ ഈ ഐൻ്റെ ഭാഗം ഇവിടെയൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ഹൈലൈറ്റ് വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഹൈലൈറ്റിംഗ് പോയിന്റ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് ഹൈലൈറ്ററിന്റെ പേർപ്പസ് ആണ്. ഇതേപോലെ മാസിന്റെ ഒരു ഇലൂമിനേറ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ സ്ക്വലീൻ ആൻഡ് വൈറ്റമിൻ ഇ ആണ്. ഗ്ലോയി ടിൻ എന്നാണ് ഇതിന് പറയുന്നത്. പാരബൻ ഫ്രീ ആണ്. എൻ്റെ ഷെയ്ഡ് ഞാൻ എടുത്തിരിക്കുന്നത് 3 മീഡിയം ബേജ് ആണ്. ഇതിൽ നിങ്ങളുടെ സ്കിൻ ടോൺ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 280 റുപ്പീസ് ആണ്. എനിക്ക് ബിലോ ദാറ്റ് ആണ് കിട്ടിയത്. ഇതിലിപ്പോൾ 6 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഫെയർ, ലൈറ്റ്, മീഡിയം ബേജ്, മീഡിയം സാൻഡ്, ടാൻ, എക്സ്പ്രസോ. അപ്പോൾ ഇതിൽ ഏത് ഷെയ്ഡാണ് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ പ്രോഡക്റ്റ്. കാരണം ഹൈലൈറ്റർ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു ആപ്ലിക്കേറ്റർ, ഇങ്ങനെ തിക്ക് ബ്രഷ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഷെയ്ഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നാലും അണ്ടർ 300 ഇങ്ങനെ ഒരു സാധനം കിട്ടുകയെന്ന് വെച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് വരുന്നത് പോൺസിന്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ ആണ്. നമുക്ക് അധികം സെറ്റിംഗ് പൗഡർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഇതിൽ 2 ഷെയ്ഡ് ഉണ്ട്, നാച്ചുറൽ BB ഗ്ലോ ആൻഡ് പിങ്ക് ഗ്ലോ. ഇത് എൻ്റെ കുറച്ച് വാം സ്കിൻ ടോൺ ആയതുകൊണ്ട് ഞാൻ ഈ യെല്ലോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് മേക്കപ്പ് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് അലോൺ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അണ്ടർ 100 ഒക്കെ നിങ്ങൾക്ക് കിട്ടാം. ഇതിന്റെ യഥാർത്ഥ പ്രൈസ് 125 ആണ്. ബട്ട് അണ്ടർ 160 റുപ്പീസിനൊക്കെ നിങ്ങൾക്ക് ഇത് ഓഫറിൽ കിട്ടുന്നതാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യും. ഇത് ഇച്ചിരി മെസ്സിയാണ്. ഈ ഒരു സംഭവം ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സ്പഞ്ച് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എന്നാലും എനിക്ക് ചെറിയൊരു ഇത് കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് ജസ്റ്റ് സെറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. എസ്പെഷ്യലി ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ട്രാൻസ്ഫർ ആവാണ്ടിരിക്കുക ഇത് വെച്ച് സെറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ അഫോർഡബിൾ റേറ്റിൽ ഇത് നല്ലൊരു സംഭവമാണ്. സെറ്റിംഗ് പൗഡറൊക്കെ പൊതുവെ ബനാന പൗഡറിനൊക്കെ കുറേ അണ്ടർ 300 കിട്ടാൻ നല്ല പ്രയാസമാണ്.
അതൊന്ന് ഇത് നല്ലൊരു പൗഡറാണ്. അതായത് ബഡ്ജറ്റിൽ ഇങ്ങനെ ഫേസ് പൗഡർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പൗഡറാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഡേംഡോക്കിന്റെ ഒരു അണ്ടർ ഐ ക്രീമാണ്. ഇതിൽ 1% വൈറ്റമിൻ കെ ആൻഡ് 0.1% ഗ്ലൂട്ടോത്തിയോൺ ഉണ്ട്. ഞാൻ അത് മെയിനായിട്ട് വാങ്ങിയത് എൻ്റെ ഡാർക്ക് സർക്കിളിനാണ്. ഇതിൽ ഇൻസ്റ്റന്റ്ലി ബ്രൈറ്റൻസ് ആൻഡ് റെഡ്യൂസ് പഫിനെസ് ആണ്. ടിൻറ്റഡ് അണ്ടർ ഐ ടോൺ കറക്റ്റിംഗ് ക്രീം. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ഡാർക്ക് സർക്കിൾ ഇത് കുറയ്ക്കുന്നു. ബട്ട് എനിക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ ഇതൊരു മേക്കപ്പ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എ മേക്കപ്പ് പ്രൊഡക്റ്റ്. കാരണം നിങ്ങൾക്ക് ഈ ഡാർക്ക് സർക്കിൾ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇത് കണ്ടോ, ഇതിങ്ങനെ വരുമ്പോൾ ടിൻറ്റഡ് രീതിയിലാണ് കിട്ടുന്നത്. ഇപ്പൊ ജസ്റ്റ് നമുക്കിത് വെച്ചിട്ടൊന്ന് ഹൈഡ് ചെയ്യാൻ പറ്റും ഡാർക്ക് സർക്കിള്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഹൈഡ് ആയ പോലെ തോന്നുന്നുണ്ട്. ബട്ട് ഇത് ഡാർക്ക് സർക്കിൾ പൂർണ്ണമായി മാറ്റുമോന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഉത്തരവൊന്നുമില്ല. മേ ബി ക്രമേണ മാറ്റുമായിരിക്കും. ബട്ട് ഇത് ഹൈഡ് ചെയ്യുന്നുണ്ട് ഡാർക്ക് സർക്കിൾ. അതെന്തായാലും അതിന് പറയാം. ഇത് പുതിയൊരു പ്രൊഡക്റ്റ് ആണ് ഡേംഡോക്കിന്റെ. ഗ്ലൂട്ടാത്തിയോൺ അടങ്ങിയിട്ടുണ്ട് 0.1%. അതതിന്റെ ഹൈലൈറ്റ്. അങ്ങനെ അണ്ടർ ഐ ക്രീം ജസ്റ്റ് ഇങ്ങനെ ഹൈഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതും ഡേംഡോക്കിന്റെ തന്നെയാണ്. ഒരു ലിപ് ബാം ആണ്. എനിക്ക് മെയിൻ ആയിട്ട് വരുന്ന പ്രോബ്ലം ഈ ലിപ്സിൽ വരുന്ന പിഗ്മെന്റേഷൻ ആണ്. സോ ഡേംഡോക്കിന്റെ ലിപ് ബ്രൈറ്റ് കോംപ്ലക്സ് ലിപ് ലൈറ്റനിങ് ബാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചുണ്ടിൽ കുറച്ച് കറുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അത് ക്രമേണ കുറയുന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രൊഡക്റ്റ് കുറച്ചു കാലം യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് വേറെ ലിപ് ബാം ട്രൈ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചില്ല. അപ്പോൾ ഇതില് ചാപ്പ് ലിപ്സ് ഹീൽ ചെയ്യും, ഫേഡ്സ് പിഗ്മെന്റേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു കോൺ എന്ന് പറയുമ്പോൾ ഇതിൽ SPF ഇല്ല. സോ നമുക്ക് എന്തായാലും സമ്മർ സീസണിലാണെങ്കിലും അല്ലെങ്കിലും ഡേ ടൈമിൽ ഇടണമെങ്കിൽ എന്തായാലും SPF നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഡേ ടൈമിൽ ഒരിക്കലും ഒരു ലിപ് ബാം യൂസ് ചെയ്യാൻ പറ്റില്ല. സോ യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ നൈറ്റ് ടൈം. ഇത് അപ്ലൈ ചെയ്ത ഉടനെ എനിക്ക് തോന്നിയത് ഇത് ഇങ്ങനെയാണ്, ട്യൂബിലാണ്. ആപ്ലിക്കേറ്റർ എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ആപ്ലിക്കേറ്റർ. ഇത് അങ്ങനെ ട്രാൻസ്പാരന്റ് ആണ്. ഇതില് മെൻതോളിന്റെ ഒരു ഇത് വരുന്നുണ്ട്. ഒരു പ്ലംപി ഇഫക്റ്റ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്ത ഉടനെ. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ പോലെ തോന്നും. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ക്ലീൻ ആൻഡ് ഡ്രൈ ലിപ്സിൽ വേണം അപ്ലൈ ചെയ്യാൻ. സോ ഇതില് പെട്രോളിയം ജെല്ലി, ലിക്രൈസ്, കോക്കനട്ട് ഓയിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഗ്ലൂട്ടാത്തിയോൺ ചെറിയൊരു പെർസെൻറ്റേജേ ഉള്ളൂ. ഇത് എത്ര നാൾ ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുമെന്ന് എനിക്കറിയില്ല. ബട്ട് രാത്രി മാത്രമേ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാൻ പറ്റൂ. ലിപ് ലൈറ്റനിങ് ബാം പൊതുവെ SPF ഉള്ളത് വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബ്ലൂ ഹെവന്റെ പ്രെപ്പ് ആൻഡ് ഫെക്സ് പ്രൈമർ ആൻഡ് സെറ്റിംഗ് മിസ്റ്റ് ആണ്. ഇത് ഒരുപാട് കാലം മുമ്പേ ഇറങ്ങിയതാണ്. ഇത് എനിക്കൊരു സെറ്റിംഗ് മിസ്റ്റ് ആവശ്യമാണ്, ഒരു പ്രൈമറും ആവശ്യമാണ്. സോ രണ്ടും കൂടെ ഒന്നിൽ കിട്ടുമ്പോൾ നല്ലതാണ്. 350 റുപ്പീസ് ആണ്. ഇതിൽ വൈറ്റമിൻ B5, അലോവേറ ആൻഡ് പാരബൻ ഫ്രീ ആണ്. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. എന്നാൽ അഫോർഡബിൾ റേറ്റിൽ സെറ്റിംഗ് മിസ്റ്റ് നല്ലതാണ്. 350 റുപ്പീസ് ആണ്. ബട്ട് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അണ്ടർ 200 ഒക്കെ കിട്ടും. ബ്ലൂ ഹെവൻ കുറച്ചു കാലം മുമ്പ് ഇതിന്റെ സ്കിൻ കെയർ ഇൻഫ്യൂസ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതാണിത്. നല്ലൊരു സെറ്റിംഗ് പൗഡറാണ്. സെറ്റിംഗ് പൗഡറിലെ സെറ്റിംഗ് മിസ്റ്റ് ആണ്. ബട്ട് പ്രൈമറിന്റെ രീതിയിൽ എനിക്ക് വലിയ ഒരു ഇതില്ല. അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇനി ഒരു ഐ പ്രൊഡക്റ്റ് ആണ്. സ്വിസ് ബ്യൂട്ടിയുടെ, അതിന്റെ ഔട്ടർ കവറിംഗ് ഒക്കെ ഞാൻ മാറ്റി. സ്വിസ് ബ്യൂട്ടിയുടെ ഹോളോഗ്രാഫിക് ഐ ലൈനർ. ഇത് മിൽക്കി വേ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ വാങ്ങിയത്. ഇത് ഒരു ബ്ലൂവും പെർപ്പിളും ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം.
ഓക്കെ, കണ്ടോ? നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഒരു ബ്ലൂ ആൻഡ് പേർപ്പിൾ ഇതാ വരുന്നത്. ഞാൻ ജസ്റ്റ് ഹാൻഡ് സ്വാച്ച് കാണിച്ചു തരാം. നല്ല ഒരു ഷെയ്ഡാണ്. ഡസ്കി സ്കിൻ ടോൺ ഒരു ഷെയ്ഡ് പറ്റും. പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കൺസീലർ ഉപയോഗിച്ച് കൺസീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ നല്ല പിഗ്മെന്റേഷൻ ആണ്. ശരിക്കും ഇതിന് ഏകദേശം 350 റുപ്പീസിന്റെ അടുത്തുണ്ട്. നല്ല ഓഫറിലുണ്ട്. ഷെയ്ഡ് മിൽക്കി വേ ബ്ലൂ ഷെയ്ഡാണ് അധികവും എല്ലാവരും വാങ്ങുന്നത്. ഇതിന്റെ ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് ഷെയ്ഡ് ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പൊ ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് കുറച്ച് ബ്രാൻഡ് ഈ സംഭവം ഇറക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ മാസിന്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഞാൻ അതിനൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നതാണ്. NYBയുടെയും എന്റെ കയ്യിലുണ്ട്. ഈ 3 വെച്ച് ഞാൻ ഒരു കമ്പാരിസൺ വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. ബട്ട് ഈ ഒരു റേറ്റിൽ നല്ല അഫോർഡബിൾ ആണ്. നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. നെക്സ്റ്റ് ഒരു വൈറലായിട്ടുള്ള 2 പ്രൊഡക്റ്റ്, മാസിന്റെ ഡ്രിപ്പ് മിസ്റ്റ്. മാസിന്റെ 2 ടിന്റ് ഉണ്ട്. ഇതില് മാസിന്റെ ഫസ്റ്റ് ഇറക്കിയ മാസിന്റെ ഡ്രിപ്പ് ലിപ് മിസ്റ്റ് ആണ്. പിന്നെ ഇറക്കിയത് ഇപ്പൊ റീസെന്റ് ആയിട്ട് മാസിന്റെ ലവ് ട്രാക്ക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് വാലന്റൈൻസ് ഡേയുടെ ഭാഗമായിട്ട് ഇറക്കിയത്. പക്ഷെ അതിന് മുമ്പേ ഉള്ള 4 ലെറ്റേഴ്സ് വെൽവെറ്റ് ലിപ്റ്റിൻ. ഇത് രണ്ടും പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെ പറയുകയാണെങ്കിൽ, ഇത് ഞാൻ വാങ്ങിയ ഷെയ്ഡ്, ഡ്രിപ്പ് മിസ്റ്റിന്റെ ഷെയ്ഡ് വാങ്ങിയ കൊക്കോ ഡ്രിപ്പാണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ നല്ലൊരു വാം ബ്രൗൺ ഷെയ്ഡാണ്. ഞാൻ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ എനിക്ക് തോന്നിയത്, അപ്ലൈ ചെയ്ത ഉടനെ ഒരു ചെറിയൊരു കൂൾ ഇഫക്റ്റ് ഉണ്ട്. ശരിക്കും റോമാൻ ലിപ്റ്റിന്റെ ഒരു ഡ്യൂപ്പാണ്. റോമാൻ്റെ ഒരുപാട് വെറൈറ്റി ഓഫ് ലിപ്റ്റിൻസ് ഉണ്ട്, പല റേഞ്ചസിലായിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. സോ ഇതൊരു ട്രൂ വാം കളറാണ്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് നമുക്ക് റിമൂവ് ചെയ്താലും ഒരു ടിന്റ് ഉണ്ടാവും ഇതിന്. ജസ്റ്റ് അതിന്റെ ഒരു ചെറിയൊരു ടിന്റ് ഇതിൽ കാണും. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനൊരു ടിന്റ് കാണും. അപ്പൊ നമ്മൾക്ക് ഇത് അഥവാ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇത് പോയാലും ഇതിന്റെ ഒരു ടിന്റ് നമ്മുടെ ഇതിലുണ്ടാവും, അത് മാറില്ല. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു ഗ്ലോസി ഇഫക്റ്റ് തരുന്നുണ്ട്. ഇറ്റ്സ് എ ട്രൂ ഗ്ലോസ്, ബട്ട് ഇറ്റ് ലീവ്സ് എ ടിൻ. സാധാരണ ഗ്ലോസ് എന്തായാലും പോകുന്നതാണ്, ബട്ട് ഇറ്റ്സ് എ ട്രൂ ഗ്ലോസ്. ഈ ഒരു സാധനം ഡസ്കി സ്കിൻ ടോണിനൊക്കെ ഈ ഷെയ്ഡ് വളരെ നല്ലതാണ്. ഒരു ഗ്ലോസ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി അടുത്തത് മാസിന്റെ ലവ് ട്രാക്ക് കളക്ഷൻ. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന വെൽവെറ്റ് ലിപ്റ്റിൻ. ഇത് കഴിഞ്ഞിട്ട് സൂൺ ആഫ്റ്റർ ഇതിന്റെ ലോഞ്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ ഇത് ഇറക്കിയതാണ്. സോ അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ. ഓൾറെഡി ഒരു ടിന്റ് അവർ ഇറക്കിയിട്ടുണ്ട്, അതിന് പിന്നാലെ ഒരു ടിന്റ്. ഇത് വാലന്റൈൻസ് ഡേയുടെ ഒരു ഇതായിട്ട് അവർ ചെയ്തതായിരിക്കാം. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതിന്റെ ഇതേ ഷെയ്ഡ് തന്നെ ഈ ഒരു റേഞ്ചിലുണ്ട് കേട്ടോ. ഞാൻ ഒരേ ഷെയ്ഡ് വാങ്ങേണ്ട വെച്ചിട്ട് വേറൊരു ഷെയ്ഡ് പിടിച്ചാണ്. ഇതൊരു പേർപ്പിൾ ഇതാണ്, പേർപ്പിൾ ഷെയ്ഡാണ്. പക്ഷെ ഇത് നല്ല തൊടാനൊക്കെ നല്ല സുഖമുണ്ട്. ഒരു വെൽവെറ്റ് ഇതുണ്ടാണ്. ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് മാസിന്റെ വെൽവെറ്റ് ലിപ്റ്റിന്റെ ആണ്, 4 ലെറ്റേഴ്സ് എന്ന ഷെയ്ഡ്. ഇത് നല്ല ഡസ്കി സ്കിൻ ടോണിന് പറ്റിയ ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ റിമൂവ് ചെയ്ത് നോക്കി നോക്കാം. ഇതിനൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്, ഡ്രിപ്പ് മിസ്റ്റ് പോലെ. ഇതിനും കൂളിംഗ് എഫക്റ്റ് ഉണ്ട്, ഇതിനും കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ടിന്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കി നോക്കാം. പക്ഷെ ഇത് നോക്കുമ്പോൾ ഇതിനൊരു ഗ്ലോസി ഇഫക്റ്റ് ഉണ്ട്, അത് ഇതിനില്ല. ബട്ട് ഒരു അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തണുപ്പുണ്ട്. ഇതിന് അത്യാവശ്യം ഒരു ടിന്റ് ഉണ്ട്. റിമൂവ് ചെയ്താലും കണ്ടോ പോകുന്നില്ല ടിന്റ്. കണ്ടോ, ഇത് റിമൂവ് ചെയ്താലും ഇതിന്റെ ടിന്റ്, രണ്ടിനും ടിന്റ് ഉണ്ട്. ഓൺലി ഡിഫറൻസ് ഈസ് ഇത് കുറച്ചും കൂടെ ഒരു ഗ്ലോസി ഇതിലേക്ക് പോകും, അതായത് ഒരു തിളക്കം ഉണ്ടാവും. ഇതിനകത്ത് തിളക്കമില്ല.
അപ്പൊ എനിക്ക് തോന്നുന്നു ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഈ വെൽവെറ്റ് ലിപ് ടിന്റ് ഉപയോഗിക്കാം. ആം, അല്ലാതെ ഫെസ്റ്റീവ് വെയർ ആയിട്ട് ഈ ഡ്രിപ്പ് ലിപ് മിസ്റ്റ് ഉപയോഗിക്കാം. ഈ ടിൻസിന്റെ ഒരു കാലാണ് ഇപ്പൊ. ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഒക്കെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇപ്പൊ ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഫുള്ള് ലിപ് ടിന്റ് ആണ്. എറ്റ്യൂഡ് ഹൗസിന്റെ ലിപ് ടിന്റ്, സോറി, എറ്റ്യൂഡ് ഹൗസിന്റെ ലിപ് ടിന്റ്, റോമാന്റെ ലിപ് ടിന്റ്, ഫുള്ള് ലിപ് ടിന്റ്. ഇപ്പൊ അതിന് ചുവട് പിടിച്ചാണ് മാസം ഈ ലിപ് ടിന്റ് ഇറക്കിയത്. അപ്പൊ ഇപ്പൊ അധികം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നോക്കുമ്പോ ഇങ്ങനെ ടിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ പോകൂല്ല. ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഫുഡ് കഴിച്ചാൽ പോകും. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ വെള്ളം കുടിച്ചാൽ തന്നെ പോകും. പക്ഷെ ഇതിന് അതിൽ കുഴപ്പമില്ല. അതിന്റെ സ്റ്റെയിന് വൈകുന്നേരം വരെ നമ്മൾ ലിപ്സിലുണ്ടാവും. സോ ഇങ്ങനത്തെയൊക്കെ പ്രിഫർ ചെയ്യുന്നതാണ് ഇപ്പൊ കുറച്ചും കൂടെ നല്ലത്. പിന്നെ നമ്മൾ ലിപ്സ് വലിയ ഡ്രൈ ആക്കൊന്നുമില്ല. ഓക്കെ, അപ്പോ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുക. മാസിന്റെ എന്തായാലും അണ്ടർ 300 ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. അത് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് 1 ആണ്. അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതാണ്. അതുവരെ ബൈ, ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.